നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോടതി നടപടികൾ അനധികൃതമായി റെക്കോർഡ് ചെയ്തതിനും പ്രചരിപ്പിക്കുന്നതിനുമെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഹർജി അഭിഭാഷകനായ വൈഭവ് സിംഗ് ആണ് ഹർജി നൽകിയത്. അഭിഭാഷകനായ വൈഭവ് സിംഗ് നടപടി ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. ഡൽഹി ഹൈക്കോടതിയുടെ 2021 വീഡിയോ കോൺഫറൻസിംഗ് ചട്ടങ്ങൾ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആപ്പ് നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ലംഘിച്ചുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിക്കണമെന്നും ഹർജിയിലുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 28-ന് റോസ് അവന്യൂ കോടതി പ്രത്യേക ജഡ്ജി കാവേരി ബവേജ മുമ്പാകെ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളത് അന്ന് കോടതിയിൽ പറയുമെന്ന് കെജ്രിവാൾ മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. കെജ്രിവാൾ തന്റെ ഭാഗം വിശദീകരിക്കുന്നത് കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുന്നതിന് വിലക്കുണ്ടായിട്ടും റെക്കോർഡ് ചെയ്യുകയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുകയുമായിരുന്നു. ആപ്പിലെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളും പ്രവർത്തകരും ഡൽഹി കോടതി നടപടികളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതായും ഹർജിയിൽ പറയുന്നുണ്ട്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജുഡീഷ്യറിയുടെ പ്രതിച്ഛായ തകർക്കാനും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണ് റെക്കോർഡിങ്ങും പ്രചരിപ്പിക്കലും. രാജ്യത്തെ ജുഡീഷ്യറി കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട്. കെജ്രിവാൾ അതിനു മുമ്പോ ശേഷമോ തന്റെ വാദം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുമില്ല. 28-ന് തന്റെ വാദം അവതരിപ്പിച്ചത് പൊതുജന പിന്തുണ നേടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. അനധികൃത റെക്കോർഡിങ്ങുകൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനും കുറ്റക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് പൊതു താൽപര്യ ഹർജിയിലുണ്ട്. 1971 കോടതി ഇലക്ഷൻ നിയമം അനുസരിച്ച് കർശന ശിക്ഷ നൽകുക തന്നെ വേണം. കൂടാതെ ഡൽഹി ഹൈക്കോടതിയുടെ 2021 വീഡിയോ കോൺഫറൻസിംഗ് ചട്ടങ്ങൾ ലംഘിച്ചതിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന വ്യക്തികൾക്ക് കർശനമായ പിഴ ചുമത്തണം. ഇത്തരം അനധികൃത റെക്കോർഡിങ്ങുകളും പ്രചരിപ്പിക്കലും ആവർത്തിക്കുന്നത് തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണം. ഇത് പാലിച്ചില്ലെങ്കിൽ പിഴ ചുമത്തണമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്.